ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോൾ പലയിടങ്ങളിലും ബട്ടർഫ്ലൈ പാർക്കുകളുണ്ട്, ചിത്രശലഭങ്ങളുടെ ആരാമം. നിരവധി ആളുകൾ അവിടെ സന്ദർശിക്കാറുണ്ട്. കാരണം ഒരു കുടുംബത്തിൽ എന്നതുപോലെ ഒരു പാർക്കിൽ ഇങ്ങനെ കുറേ ചിത്രശലഭങ്ങൾ സന്തോഷത്തോടെ വർണ്ണച്ചെറുകളൊക്കെ വിരിച്ചിങ്ങനെ പാറി പറന്നു നടക്കുന്ന ഒരു ദൃശ്യാനുഭവം സന്ദർശകർക്ക് അത് നഷ്ടപ്പെട്ടു പോയ ഊർജം, ഉന്മേഷം വീണ്ടെടുക്കാനായിട്ടുള്ള ഒരു അവസരമാണ്. ഇടവ തിരുനാൾ യഥാർത്ഥത്തിൽ ഇതാണ്. ഒരു പുഴു പൂമ്പാറ്റയായി തീരുന്നതിൻ്റെ, ഒരു ബട്ടർഫ്ലൈ ആയി തീരുന്നതിൻ്റെ, ഒരു മാനസാന്തരത്തിൻ്റെ, കൺവേർഷന്റെ കഥയല്ല യഥാർത്ഥത്തിൽ ആത്മീയത എന്ന് പറയുന്നത്. ഒരു പാർക്കിൽ എന്നതുപോലെ, ഒരു കുടുംബത്തിൽ എന്നതുപോലെ ഒരുമിച്ച് ഒരു ഇടവയിൽ പരസ്പര സന്തോഷം പങ്കുവെക്കുന്നതിൻ്റെ, പകരുന്നതിൻ്റെ, അനുഭവിക്കുന്നതിൻ്റെ ഒരവസരമാണ് ഇടവ തിരുനാൾ. സങ്കീർത്തനം 18:24 ഇത് കർത്താവ് ഒരുക്കിയ ദിവസമാണ്, നമുക്ക് ഇതിൽ സന്തോഷിച്ചുല്ലസിക്കാം. 2025 ഈ ക്രിസ്തു ജയന്തി വർഷത്തിൽ നമ്മുടെ ഇടവ തിരുനാൾ നാം ആഘോഷിക്കുക ഓഗസ്റ്റ് മാസം 10-ാം തീയതിയാണ്. ഈ അനുഗ്രഹത്തിന്റെ പുണ്യഭൂമിയിലേക്ക് നിങ്ങളെവരെയും വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഉണ്ണീശ്വര അനുഗ്രഹം നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ.